എന്താ ഗൈസ്, ഇന്ന് നമ്മൾ നല്ല ഗ്രിൽഡ് ബീഫ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് നമ്മൾ ഓൾറെഡി ബീഫും കുട്ടനെ മസാല തേച്ച് വെച്ചതാണ്. ഇതാണ് നമ്മൾ ബീഫും കുട്ടനെ ഉറക്കി കിടത്താൻ പോണ ഗ്രില്ല്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബീഫ് ചൂടുള്ള കണൽ സെറ്റ് ആയി കൊണ്ടുവെക്കുക. അതിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ തീനെ മൃഗീയമായി പീഡിപ്പിക്കുന്നുണ്ട്. തീ എങ്ങനെയെങ്കിലൊക്കെ വരാൻ നോക്കുമ്പോൾ ഏട്ടനെ ഊതി കെടുത്തുക. എന്താണ് അവല ഏട്ടൻ കാണിക്കുന്നത്? അങ്ങനെ നമ്മളെ ബീഫും കുട്ടനെ ഗ്രില്ലുമ കയറ്റി അവിടെ നമ്മൾ നേരെ എടുത്ത് കനലിലേക്ക് ഇട്ട് തീയിലേക്ക് ഇട്ട് കുറെ നേരെ കനലാവാൻ വേണ്ടി കാത്തുക്കുന്നത്. സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 9:30 മണിയായി. തീയാണെന്നുണ്ടെങ്കിൽ കെട്ട് കനലാവുന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കൂലേ. അതുകൊണ്ട് നമ്മൾ തീയിലിട്ട് ഒന്നായിട്ട് കരിഞ്ഞോലേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല കിടില സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫും കുട്ടൻ അവന്റെ നെയ്യിൽ തന്നെ നല്ല തിളച്ചും മറിയുന്നുണ്ട് സുഹൃത്തുക്കളെ. സംഭവം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്ന മുട്ടകൾ കൊണ്ട് നമുക്കൊരു പരിപാടി ഉണ്ട് സുഹൃത്തുക്കളെ. സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താ നമ്മളെ മുട്ടകളൊക്കെ ഇതേപോലെ സ്പൂൺ കൊണ്ട് ചുരണ്ടി മിക്സിന് ജാറിലേക്ക് കൊണ്ടിടുക. എന്നിട്ട് അതിന്റെ അകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മിക്സിയിലിട്ട് 4 കറക്കം കൊണ്ട് കറക്കുക. ഇതേപോലെ. അങ്ങനെ നമ്മൾ ഹെൽത്തി മയോണൈസ് ഇവിടെ കിട്ടി. അവസാനം നമ്മളെ ബീഫും കുട്ടനെ ഗ്രില്ലിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റി. അങ്ങനെ ഏട്ടൻ പറഞ്ഞു നമുക്കൊരു പുതിയ സാധനം ട്രൈ ചെയ്യാം. അതുകൊണ്ട് ചപ്പാത്തി എടുത്ത് ചപ്പാത്തിനകത്തേക്ക് മയോണൈസും കോരിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളെ ബീഫും കുട്ടനെ ചപ്പാത്തിനകത്തേക്ക് ഇതേപോലെ വിലങ്ങനെ ഇട്ട് കൊടുക്കുക. സംഭവം ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. നമ്മളിവിടെ ചപ്പാത്തി ബീഫ് റോൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ടേസ്റ്റിന്റെ കാര്യം എന്താണാവോ എന്തോ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹാവുന്റെ മക്കളെ, നമ്മളെ ചപ്പാത്തി ബീഫ് റോൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചാൽ സംഭവം പൊളിച്ചിരിക്കണേ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ അറിയാൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.